നോക്കണേ, ജി സുധാകരൻ എന്ന മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവിന് കാലം കാത്തുവച്ച സ്പീക്കർ ചെയർ അനുവദിച്ച നിയമസഭയിലെ ബജറ്റ് ചർച്ചയിലെ ആ 6 മിനിറ്റ്. 9 മിനിറ്റ് എടുത്തു അദ്ദേഹം തൻ്റെ തന്തയ്ക്ക് വിളിച്ചവർ, താൻ പിണറായിയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ചെല്ലുമെന്ന് കരുതിയിരുന്നവർ, തന്നെ ചെറ്റ എന്ന് വിളിച്ചയാൾ, ഖജനാവിൽ 6000 കോടി രൂപ പെരുകിക്കിടക്കുന്നെന്ന് വീമ്പിളക്കിയവർ. എന്തിന്? AKG സെൻറ്ററിലെ പ്യൂണിനവരെ വലിച്ചു കീറി പൊളിച്ചടുക്കി കാലെ വരുത്തുക്കി നിലത്തടിച്ചു. പറഞ്ഞു കഴിഞ്ഞ ദിവസം 6000 കോടി രൂപയുണ്ട്, 6000 കോടി രൂപയുണ്ട്, 6000 കോടി രൂപയുണ്ട്. സാറ് ഈ 6000 കോടി രൂപ ഉണ്ടെന്നും അറിയത്തില്ല, ഇടയ്ക്ക് ഒരു നോട്ടും ചിലപ്പൊക്കെ കാണിക്കും. അത് 6000 വേണമെന്ന് ആര് പറഞ്ഞു? എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയാണ്, ഏറ്റവും പറ്റും ഞാൻ പറയാം, എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണ് സാർ. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനൊരു യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിക്കണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. തുടക്കം ഗണേശസ്തുതിയോടെയല്ല, മറിച്ച് സതീശസ്തുതിയോടെ തന്നെയായിരുന്നു ജി സുധാകരന്റെ തുടക്കവും. 80-ലുള്ള ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി രാജാവ് ബഗറാണെന്ന ഷേക്സ്പിയർ വിളിച്ചു പറഞ്ഞതിനെ പോലെ തന്നെയാണെന്ന് ജി സുധാകരൻ. അങ്ങനെ തുടങ്ങി. ആരടാ കമ്മ്യൂണിസം നശിച്ചത് എന്ന് പറഞ്ഞു. അവൻ്റെ മുഖം ഞാൻ കാണാത്തത് അയാളുടെ നല്ല കാലമാണെന്നൊക്കെ ഭരണകക്ഷി ബെഞ്ചിൽ നോക്കി പറഞ്ഞു. കിങ് ഈസ് എ ബഗർ എന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട്. രാജാവ് ഒരു ദരിദ്രനാണ്, അദ്ദേഹത്തിൻ്റെ യാതൊന്നുമില്ല. പക്ഷെ പ്രജകൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് നികുതിയായിട്ടും മറ്റതായും മറിച്ചതായും. അതെല്ലാം നീതിപൂർവ്വം വാങ്ങി വരവ് വെച്ച് അതേ ജനങ്ങൾക്ക് വേണ്ടി അതങ്ങോട്ട് വിതരണം ചെയ്യുകയാണ്. ഇതാണ് ബഡ്ജറ്റ്. അത് ഈ ബഡ്ജറ്റിൽ അതിന് സാരാംശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഗറാണെന്നല്ല, ആ സ്ഥാനത്ത് ആരിരുന്നാലും സത്സന്ധനാണെങ്കിൽ ഒരു ബഗറിനെ പോലെയായിരുന്നു. അക്കാര്യമാണ് ഞാൻ പറഞ്ഞത്.